കോൺഗ്രസ് സർക്കാർ കർണാടകയിലെ രാമനഗര ജില്ലയുടെ പേര് മാറ്റി ബംഗളൂരു സൗത്ത് എന്ന് പ്രഖ്യാപിച്ചിരിക്കുന്നു. ഇതുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ വലിയ ആഘോഷത്തില ഒരുപാട് ആളുകൾ. അല്ല, മാധ്യമങ്ങൾക്ക് ഒരു വിവാദമില്ലേ, ഒരു ചർച്ചയില്ലേ? ഇനി നാളെ രാജ്യം ഭരിക്കുന്നവർ അവർക്ക് ഇഷ്ടമുള്ള പേരിടുമ്പോഴും ഒരുത്തരും ചാടി വീഴരുത്. ഇത് ബിജെപിക്കെതിരെയുള്ള ആക്രമണം മാത്രമാണോ? ആരെയാണ് ഇതിലൂടെയൊക്കെ കോൺഗ്രസ് പ്രീണിപ്പിക്കാൻ ശ്രമിക്കുന്നത്? പൊട്ടൻ എന്ന് പറഞ്ഞ ഭൂലോക പൊട്ടൻ. ഇമാതിരി ഒരു പൊട്ടനെ ഞാൻ ആദ്യമായിട്ട് കാണുക കേട്ടോ. എൻ്റെ പൊന്ന് പൊട്ട, നീ ഒരു കാര്യം മനസ്സിലാക്കണം. ഈ ബാംഗ്ലൂർ സൗത്ത് നിന്ന് രാമനഗരത്തിന് ബാംഗ്ലൂർ സൗത്ത് നിന്ന് മാറ്റാനുള്ള കാരണങ്ങളും ഒക്കെ അവിടെ നിൽക്കട്ടെ. ആദ്യം നമ്മൾ രാമനഗരം എപ്പോൾ ഉണ്ടായി, എന്തായിരുന്നു അതിൻ്റെ യഥാർത്ഥ പേര്, ഡീറ്റെയിൽസ് പറയാം. രാമനഗരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ പഴയ പേര് ഷംസറാബാദ് എന്നായിരുന്നു. ഷംസറാബാദ് അതായത് ടിപ്പു സുൽത്താനൊക്കെ ഭരിച്ചിരുന്ന സ്ഥലമാണിത്. ആദ്യം അത് മനസ്സിലാക്കുന്നത്. അപ്പം ഈ രാമനഗരത്തിൻ്റെ പേര് ഷംസറാബാദ് എന്നായിരുന്നു. അത് കഴിഞ്ഞിട്ട് ബ്രിട്ടീഷുകാർ വന്ന സമയത്ത് ബ്രിട്ടീഷുകാരുടെ കൂട്ടത്തിൽ അതൊരു ക്ലോസ് പേട്ട് എന്നാക്കി. ക്ലോസ് പേട്ട് എന്നാക്കാനുള്ള കാരണം സർ ബെറി ക്ലോസ് എന്ന് പറഞ്ഞിട്ടുള്ള അന്നത്തെ ബ്രിട്ടീഷ് മേധാവി അയാളുടെ പേരോട് കണക്ട് ചെയ്തിട്ട് ക്ലോസ് പേട്ട് എന്ന് പേര് വെച്ച്. അതും കഴിഞ്ഞിട്ട് സ്വാതന്ത്ര്യം കിട്ടുന്നതിൻ്റെ കുറച്ച് മുമ്പായിട്ട് കർണാടകൻ്റെ മുൻ ചീഫ് മിനിസ്റ്റർ ഉണ്ടായിരുന്നു. പുള്ളിയുടെ പേരാണ് കേട്ടോ മിസ്റ്റർ കൺഗൾ ഹനുമന്തയ എന്ന് പറഞ്ഞിട്ടുള്ള ഒരാൾ. കോൺഗ്രസ് സപ്പോർട്ടറായിരുന്നു, കോൺഗ്രസ് അനുഭാവിയായിരുന്നു പുള്ളി. അതിൻ്റെ പേര് പിന്നെ ഈ ക്ലോസ്പേട്ട് എന്നുള്ള പേര് മാറ്റിയിട്ടാണ് രാമനഗര എന്നിട്ടത്. അതല്ലാണ്ട് ഇവിടെ രാമൻ ജനിച്ചിട്ടോ അല്ലെങ്കിൽ രാമൻ വളർന്നിട്ടോ അതല്ലെങ്കിൽ രാമൻ്റെ വീടോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പം അങ്ങനെ അന്ന് വന്ന ഒരു പേര് മാത്രമാണ് ഈ രാമനഗര. അതല്ലാണ്ട് ഇത് മുസ്ലിങ്ങളെ സുഖിപ്പിക്കാൻ വേണ്ടിയിട്ട് രാമനഗര മാറ്റിയിട്ട് അവിടെ മുഹമ്മദ് നഗരാന്നോ അതല്ലെങ്കിൽ മുഹമ്മദാബാദ് എന്നോ അഹമ്മദാബാദ് എന്നോ ഒന്നും അല്ല ഇട്ടത്. ബാംഗ്ലൂർ സൗത്ത് എന്നാണ് ഇട്ടത്. അതായത് ബാംഗ്ലൂർ എന്നൊരു ബ്രാൻഡ് ഉണ്ട് വേൾഡിൽ തന്നെ. എവിടെ നോക്കിക്കഴിഞ്ഞാലും ഇന്ത്യയിലെ മുംബൈ, ബാംഗ്ലൂർ, കൊൽക്കത്ത എന്നൊക്കെ പറഞ്ഞാൽ ബാംഗ്ലൂരിനൊരു ബ്രാൻഡ് ഉണ്ട്. ആ ബ്രാൻഡ് ബാംഗ്ലൂർ എന്ന് പറഞ്ഞാൽ ഒരു കുറഞ്ഞ സ്ഥലത്ത് നിന്ന് അങ്ങ് സ്പ്രെഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിൻ്റെ നിയറസ്റ്റ് ആയിട്ടുള്ള റൂറൽ സെൻറ്റർ ആയിട്ടുള്ള നെക്സ്റ്റ് ഡിസ്ട്രിക്റ്റ് ആയിട്ടുള്ള രാമനഗറിൻ്റെ പേര് അവർ ബാംഗ്ലൂർ സൗത്ത് എന്നായി. അപ്പം തന്നെ പുതിയ ആളുകൾ അങ്ങോട്ട് വരും. ബാംഗ്ലൂരിൻ്റെ റിലേറ്റഡ് ആ ബാംഗ്ലൂരാണ്. അങ്ങോട്ട് പുതിയ IT കമ്പനികൾ വരും. ഇവിടെ ഡെവലപ്മെൻറ്റിന് ചെയ്യുന്ന കാര്യങ്ങളാണ്. അതല്ലാണ്ട് നിൻ്റെ യോഗിയും അല്ലെങ്കിൽ നീ പറഞ്ഞ BJP-ക്കാരും ചെയ്യുന്ന പോലെ അഹമ്മദാബാദിനെ എന്താ ക്രാന്തി നഗറോ കരാവതി നഗർന്നോ അതല്ലെങ്കിൽ അലഹാബാദിനെ പ്രയാഗ്രാജ് എന്നോ ഫൈസലാബാദിന് അയോധ്യ എന്നും പറഞ്ഞിട്ട് അതിനുള്ള വിശദീകരണങ്ങൾ അവിടെ പണ്ട് രാമൻ ജനിച്ചിരുന്നു, രാമൻ വളർന്ന സ്ഥലമാണ്, അല്ലെങ്കിൽ ഇപ്പുറത്ത് വരുമ്പം അവിടെ ഒരു പുണ്യസ്ഥലമാണെന്നൊക്കെ പറഞ്ഞിട്ട് ബേസ് ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞിട്ട് പേര് മാറ്റുന്ന പോലെയല്ല. അതല്ലെങ്കിൽ മുഗളിൻ്റെ പേര് അല്ലെങ്കിൽ മുഗൾ ചരിത്രം നമ്മുടെ രാജ്യത്ത് നിന്ന് ഇല്ലാണ്ടാക്കാൻ വേണ്ടി അവരിട്ട് അല്ലെങ്കിൽ അവരുടെ പേരുകളെ മാറ്റിയിട്ട് നമ്മുടെ BJP നേതാക്കന്മാരുടെ പേരും അതുപോലെ തന്നെ ഹിന്ദുത്വ ദൈവങ്ങളുടെ പേരും കൊടുത്തിട്ട് ഇങ്ങനത്തെ ബേസ്ലെസ് ആയിട്ടുള്ള അടിസ്ഥാനമില്ലാത്ത വിശദീകരണങ്ങളല്ല നമ്മുടെ DK ശിവകുമാർ കഴിഞ്ഞ ദിവസം മാധ്യമങ്ങൾക്കും ബാക്കിയുള്ള ആൾക്കാരോടും പറഞ്ഞത്. അതായത് റൂറൽ ഡെവലപ്മെൻറ്റ് ബാംഗ്ലൂരിനെ സ്പ്രെഡ് ചെയ്യുന്ന ഡെവലപ്മെൻറ്റ് ഭാഗമായിട്ടാണ് ബാംഗ്ലൂർ സൗത്ത് എന്നിട്ടത്. അതല്ലാണ്ട് അവിടെ മുസ്ലിമിനെ പ്രീണിപ്പിക്കാനോ അതല്ലെങ്കിൽ വേറെ ആരെങ്കിലും സുഖിപ്പിക്കാനോ വേണ്ടിയിട്ട് സുഡാപ്പികളെ സുഖിപ്പിക്കാനോ വേണ്ടിയിട്ട് പേരല്ല ബാംഗ്ലൂർ സൗത്ത്. ആ ഒരു കോമൺ സെൻസ് നിൻ്റെ ഒന്നും തലയിലില്ല. നിനക്ക് എങ്ങനെയെങ്കിലും സംഘികളെ പറഞ്ഞ് പറ്റിച്ച് സംഘികളുടെ മൂടും താങ്ങി ആസനവും താങ്ങി ഇങ്ങനത്തെ കാര്യങ്ങളും വാർത്തകളും ചെയ്യുമ്പോൾ 2 സംഘികൾ വന്ന് നിൻ്റെ വീഡിയോയുടെ താഴത്ത് കൈയടിക്കും, കമൻ്റ് അടിക്കും, ഭയങ്കര രസമായിരിക്കും. അത് കണ്ട് പുളകം കൊണ്ട് വിജൃംഭിച്ച് നീ അങ്ങ് ജീവിക്കും. ആദ്യം ഒരു ന്യൂസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഇമ്മാതിരി വർത്തമാനം പറഞ്ഞ സമയത്ത് വെറും തീട്ട സംഖ്യ ആവാണ്ട് എന്താണ് നടന്നത്, അതിൻ്റെ ചരിത്രം എന്താണ്, ആ പേര് എപ്പോൾ വന്നു, എങ്ങനെ വന്നു, എവിടുന്ന് വന്നു ഒക്കെ ആലോചിക്കണം. ഈ കോൺഗ്രസിനെ ഈ പറഞ്ഞ മുസ്ലിമിനെ പ്രീണിപ്പിക്കാനാണെങ്കിൽ അല്ലെങ്കിൽ മറ്റുള്ള ആൾക്കാരെ പ്രീണിപ്പിക്കാനാണെങ്കിൽ അതിനൊരു മുസ്ലിം നെയിം കൊടുക്കായിരുന്നു. പണ്ട് ടിപ്പു സുൽത്താനുള്ള കാലത്തെ അതിൻ്റെ പേര് ഷംസറാബാദ് എന്നാണെങ്കിൽ ആ പേര് തിരിച്ചു കൊടുക്കായിരുന്നു. പണ്ടത്തെ പേരെ ഞങ്ങൾ ആ പേരെടുക്കാമെന്നും പറഞ്ഞിട്ട് അങ്ങനെ ഒരു കാര്യമില്ല. ബാംഗ്ലൂർ സൗത്ത് എന്നാണ് കൊടുത്തത്. ആ ഒരു ബേസിക് ചിന്ത പോലും നിൻ്റെ ഒന്നും മനസ്സിലോട്ട് വരുന്നില്ലല്ലോ. നീയൊക്കെ വീഡിയോ ചെയ്യുമ്പോൾ കുറച്ചൊക്കെ ഒന്ന് പഠിച്ചിട്ട് ചെയ്യും. വെറുതെ എന്നും ഈ സംഘികളെ സൂചിപ്പിക്കണം, ക്യാഷ് കിട്ടണം, ഫണ്ട് കിട്ടണം, അതല്ലെങ്കിൽ അങ്ങനെ കുറച്ച് ആൾക്കാർ കാണണം, എനിക്കൊന്ന് മെയിൻ ആവണം എന്നൊക്കെ പറഞ്ഞ് ചെയ്യുന്നതിൽ വല്ല അർത്ഥമുണ്ടോ? BJP നെയിം ചേഞ്ച് ചെയ്ത സ്ഥലങ്ങളുടെ നെയിം എവിടുന്ന് വന്നു, എന്ന് വന്നു, എങ്ങനെ വന്നു, അവർ ചേഞ്ച് ചെയ്ത നെയിമുകൾ ഏതാണെന്നൊക്കെ ഒന്ന് കോട്ട് ചെയ്ത് നോക്കുക. അപ്പോൾ നിനക്ക് മനസ്സിലാവും അതിൽ ഡെവലപ്മെൻ്റ് അല്ല. അവർ നെയിം ചേഞ്ച് ചെയ്യുമ്പം അവർ ഡെവലപ്മെൻ്റ് അല്ല, അവർ ചേഞ്ച് ചെയ്തത് ഹിസ്റ്ററി. അതായത് ഹിസ്റ്ററി ഇല്ലാത്ത BJP RSSകാർക്ക് പുതിയ ഹിസ്റ്ററി കൊണ്ടുവരണമെങ്കിൽ പഴയ ഹിസ്റ്ററി തുടച്ചു മാറ്റണം. അതിനു വേണ്ടി നെയിമുകൾ അവർ ചേഞ്ച് ചെയ്ത് തുടങ്ങി പല സ്ഥലങ്ങളിലും. പിന്നെ അവർ നെയിമുകൾ ചേഞ്ച് ചെയ്ത് തുടങ്ങിയത് മുഗൾ ഭരണാധികാരിമാരിട്ട പേര് അല്ലെങ്കിൽ അന്നത്തെ നൂറ്റാണ്ടുകൾക്ക് മുമ്പുള്ള ആൾക്കാരുടെ പേര് അല്ലെങ്കിൽ അതിൻ്റെ ഒരു ചരിത്രം അതിൽ ഉറങ്ങിക്കിടക്കുന്നുള്ള പേടിച്ചിട്ട് അവരവരുടെ ദൈവങ്ങളുടെ പേരും അവരുടെ നേതാക്കന്മാരുടെ പേരിലോട്ട് മാറ്റി. ഇതിൽ എന്ത് അടിസ്ഥാനമുള്ളത്?
ബാംഗ്ലൂർ സൗത്ത് എന്നുള്ള പേര് ബാംഗ്ലൂരിൻ്റെ ബ്രാൻഡിങ് ആണ് അവർ ചെയ്യുന്നത്. അതല്ലാണ്ട് ഇതുപോലെ രാജ്യങ്ങളുടെ പേരും അല്ലെങ്കിൽ ആൾക്കാരുടെ പേരും ദൈവങ്ങളുടെ പേരും മുസ്ലിം മതത്തിൻ്റെ പേരും അല്ല ഇട്ടത്. ബേസിക് സെൻസ് വേണം നമ്മളൊരു കാര്യം പറയുമ്പോഴും ചെയ്യുമ്പോഴും, ഒരു വീഡിയോ ഇടുന്ന സമയത്ത് ആ സാമാന്യ ബോധം എങ്ങനെയെങ്കിലുമൊക്കെ ഉണ്ടാക്കിയെടുക്കും. ഇനിയുള്ള വീഡിയോ ചെയ്യുമ്പോഴെങ്കിലും കാലാകാലവും സംഘിൻ്റെ ആസനം താങ്ങി നടന്നിട്ട് ഒരു സമയത്ത് അത് പോയാൽ നീ എന്ത് ചെയ്യും? പിന്നെ എന്ത് ആസനം നീ താങ്ങും? കഷ്ടം.